നമസ്കാരം. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് ഉപദേശവുമായി തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ. AK ആന്റണിയോട് മകൻ അനിൽ ആന്റണി അല്പം മര്യാദയും സ്നേഹവും കാണിക്കണമെന്ന് തരൂർ പറഞ്ഞു. അച്ഛൻ്റെ ദുഃഖം അനിൽ മനസ്സിലാക്കണം. അനിൽ തീവ്ര BJP നയങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ദുഃഖമുണ്ട്. ഞാൻ മകനെപ്പോലെ കണ്ട് പ്രോത്സാഹിപ്പിച്ച നേതാവാണ് അനിൽ ആന്റണി. പത്തനംതിട്ടയിലെ തോൽവി അനിലിനെ പല പാഠങ്ങളും പഠിപ്പിക്കുമെന്നും ശശി തരൂർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. AK ആന്റണി പഠിപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ ഇത്ര വേഗത്തിൽ അനിൽ മറന്നുപോയി. അനിൽ ഉപയോഗിച്ച ഭാഷ കോൺഗ്രസിൽ ഉപയോഗിക്കാറില്ല. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. വീണ്ടും രാജ്യത്തിൻ്റെ അധികാരം കിട്ടിയാൽ BJP ഭരണഘടന പൊളിച്ചെഴുതുമെന്ന് AK ആന്റണി നേരത്തെ പറഞ്ഞിരുന്നു. അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. BJPക്കുള്ള പിന്തുണ കുറയുകയാണ്. അതിൻ്റെ സൂചനകൾ നരേന്ദ്രമോദിയുടെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കാം. മൂന്നാമതൊരിക്കൽ കൂടി BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ അതോടെ ഇന്ത്യ അസ്തമിക്കും. ഇന്നത്തെ ഇന്ത്യയുടെ മരണമണിയാകും അത്. ഇന്ത്യ അല്ലാതായി മാറുമെന്നും AK ആന്റണി ഇന്നലെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല, പത്തനംതിട്ടയിൽ മകൻ ജയിക്കാൻ പാടില്ലെന്നും കോൺഗ്രസ് ജയിക്കണം, തൻ്റെ മതം കോൺഗ്രസ് ആണെന്നുമൊക്കെ ആന്റണി വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ BJPക്കൊപ്പം ചേരുന്നത് തെറ്റാണ്. കുടുംബം വേറെ, രാഷ്ട്രീയം വേറെ എന്നാണ് തുടക്കം മുതലുള്ള നിലപാട്. മക്കളെപ്പറ്റി അധികം പറയിപ്പിക്കരുത്, ആ ഭാഷ ശീലിച്ചിട്ടില്ല. താൻ പ്രചരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാത്തത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണെന്നും ആന്റണി വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസിലുള്ളത് കാലഹരണപ്പെട്ട നേതാക്കളാണെന്നും അച്ഛനോട് സഹതാപം മാത്രമാണ് ഉള്ളതെന്നുമാണ് അനിൽ ആന്റണി ഇതിന് മറുപടി പറഞ്ഞത്. പത്തനംതിട്ടയിൽ താൻ തന്നെ ജയിക്കുമെന്നും അനിൽ ആന്റണി വ്യക്തമാക്കിയിരുന്നു. അതേസമയം അനിൽ ആന്റണിക്ക് 25 ലക്ഷം രൂപ നൽകിയെന്ന ആരോപണത്തിൽ TG നന്ദകുമാർ എന്ന ദല്ലാൽ നന്ദകുമാർ ഉറച്ചു നിൽക്കുകയാണ്. ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടെയുള്ള തെളിവുകൾ താൻ പുറത്തുവിടുമെന്നും TG നന്ദകുമാർ വെല്ലുവിളിച്ചു. മുതിർന്ന BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി തനിക്ക് അടുത്ത ബന്ധമാണ് ഉള്ളതെന്നും TG നന്ദകുമാർ പറഞ്ഞു. രമേശ് ചെന്നിത്തലയെയും K മുരളീധരനെയും BJPയിലേക്ക് സ്വാഗതം ചെയ്തെന്ന് തന്നോട് പറഞ്ഞിരുന്നു. CPMനെ എങ്ങനെ വലവീശാം എന്ന് ജാവ്ദേക്കർ തന്നോട് ചോദിച്ചുവെന്നും TG നന്ദകുമാർ വ്യക്തമാക്കി. അനിൽ ആന്റണി തന്നെ പറ്റിച്ചതുപോലെ വസ്തു കാണിച്ച് രണ്ടുപേരിൽ നിന്നുകൂടി പണം വാങ്ങിയെന്നും പണം തിരികെ ചോദിച്ചപ്പോൾ ഫോൺ എടുത്തില്ലെന്നും TG നന്ദകുമാർ പരാതിപ്പെട്ടു. സ്ഥാനാർത്ഥിയായ BJP തീപ്പൊരി വനിതാ നേതാവിന് പണം നൽകിയതിൻ്റെ രേഖകൾ ഉണ്ടെന്നും അക്കൗണ്ട് വഴിയാണ് താൻ പണം നൽകിയത് എന്നും TG നന്ദകുമാർ ആരോപിച്ചിരുന്നു. കേരളത്തിൽ എന്തെങ്കിലും നീക്കം നടത്താൻ കഴിയുമോ എന്നാണ് വാഹനത്തിൽ വെച്ച് പ്രകാശ് ജാവ്ദേക്കർ ചോദിച്ചത്. തന്നെ കുമാർ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. നന്ദകുമാർ എന്ന് പറഞ്ഞപ്പോൾ ക്രൈം നന്ദകുമാർ ആണെന്ന് തെറ്റിദ്ധരിച്ചാവും പരിചയമില്ല എന്ന് പറഞ്ഞത്. കേരളത്തിലെ സാധ്യതകളെപ്പറ്റി ജാവ്ദേക്കർ ചോദിച്ചു. സാധ്യതകൾ വളരെ കുറവാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ ആൾക്കൂട്ടമല്ലാതെ വോട്ടില്ല. വോട്ടുള്ളത് LDFനാണ്. തലയ്ക്ക് ബോധമുള്ള ഒരാളും പെട്ടെന്ന് BJPയിൽ ചേരില്ല. രമേശ് ചെന്നിത്തല, മുരളീധരൻ, സുധാകരൻ എന്നിവരോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത് ആളെ വിട്ടുവെന്ന് പറഞ്ഞു. എന്നാൽ അത്തരം നീക്കമൊന്നും വിജയിക്കില്ലെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ലാവ്ലിൻ കേസും സംസാരിച്ചതായി ദല്ലാൽ നന്ദകുമാർ പറയുന്നു. വിഷു കഴിഞ്ഞാൽ അനിൽ ആന്റണിക്കെതിരായ തെളിവുകൾ പുറത്തുവിടും. അദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കും. കാട്ടുകള്ളന്മാരെ എന്നേക്കാൾ നന്നായി അറിയുന്നത് K സുരേന്ദ്രനാണ്. അദ്ദേഹം എസ്റ്റേറ്റ് തൊഴിലാളിയായിരുന്നു. കാട്ടുകള്ളന്മാർക്കൊപ്പം കണക്കെഴുത്തായിരുന്നു ജോലി. അതായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ആരോപണം ഉന്നയിച്ച തീപ്പൊരി നേതാവ് ആരാണെന്ന് പറയില്ല എന്നും TG നന്ദകുമാർ വ്യക്തമാക്കിയിരുന്നു.